വനത്തിനുള്ളിൽ വിമാനം ഇറക്കിയ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് തേക്കടിയിലാണ്. തേക്കടിയിൽ നിന്നും വണ്ടിപ്പെരിയാർ വഴി സത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ തേയിലത്തോട്ടത്തിന് ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാ പോകുന്ന കഴിക്ക് കണ്ടില്ലേ, നല്ലൊരു അരുവിയൊക്കെ കാണാനായിട്ട് കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ കൊടും വേനലിലാണ് നമ്മൾ ഈ ഒരു യാത്ര പോയത്. പക്ഷേ ആ ഒരു സമയത്തും ഇവിടുത്തെ അരുവികളിലൊക്കെ നിറയെ വെള്ളമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വനത്തിൻ്റെയൊക്കെ സാമീപ്യം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വെള്ളമുണ്ടായത്. അതുപോലെ തന്നെ ഇതാ പോകുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അവിടുന്ന് നുള്ളിയ തേയില പായ്ക്ക് ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ മുഴുവനും തേയിലത്തോട്ടങ്ങളും അതുപോലെ അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും മാത്രമാണ് ഈ റൂട്ടുകളിലുള്ളത്. എന്തായാലും കേരളം നല്ല ചൂടിൽ വെന്തുരുകുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ പോയത്. ആ ഒരു സമയത്തും ഇവിടെ നല്ല കുളിരുള്ള കാലാവസ്ഥയായിരുന്നു. കണ്ടില്ലേ, ആളുകൾ വൈകുന്നേരം വീട്ടിലേക്ക് തലച്ചുമടയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതാ പോകുന്ന വഴിക്ക് നമ്മൾ പതുക്കെ വ്യൂ പോയിന്റുകളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു ജീപ്പിലാണ്. നമ്മുടെ കാറിന് പോകാനായിട്ട് സാധിക്കുകയില്ല. വണ്ടിപ്പെരിയാറിൽ നിന്നും ഈ സത്രത്തിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഒരുപാട് ജീപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ പോകുന്ന വഴി കണ്ടോ, തിരിച്ചിങ്ങോട്ട് സഫാരി കഴിഞ്ഞിട്ട് വരുന്ന ജീപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ സത്രം എന്ന് പറയുന്ന സ്ഥലം ശരിക്കും വണ്ടിപ്പെരിയാറിനും ഗവിക്കും ഇടയ്ക്കായിട്ടാണ്. അതുപോലെ തന്നെ ഇതിന് സത്രം എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരമ്പരാഗത കാനന പാത വഴി ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ സത്രം. ഇതാണ് സത്രം വ്യൂ പോയിന്റ്. ഇവിടെ വിശ്രമിച്ചിട്ടാണ് ഈ തീർത്ഥാടകർ പുല്ലുമേട് വഴി ശബരിമലയ്ക്ക് പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ എല്ലാം വലിയ മലകളും അതുപോലെ മലകൾക്കിടയിൽ ചോല വനങ്ങളും ഒക്കെയാണ്. അതുപോലെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. പലപ്പോഴും സഞ്ചാരികൾക്ക് ഈ സത്രം വ്യൂ പോയിന്റുകളിൽ ആനയും അതുപോലെ കാട്ടുപോത്തും ഒക്കെ മേയുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഞങ്ങൾക്ക് അതിനെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വന്നത് ഒരു വേനൽക്കാലത്തായിരുന്നു. അതേസമയം കുറച്ച് മഴയൊക്കെ കിട്ടിയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വേറൊരു ആംബിയൻസ് ആയിരിക്കും. കാരണം ഇവിടെ കോടമഞ്ഞ് മൂടി പൊതച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടില്ല, നല്ല ഓഫ് റോഡ് ജീപ്പ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ സത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. കാരണം ജീപ്പൊക്കെ കല്ലിൽ നിന്നും ഒരു കല്ലിൽ നിന്നും വേറൊരു കല്ലിലേക്ക് ചാടിയാണ് പോകുന്നത്. കണ്ടില്ല, മലകൾക്കിടയിലൂടെ വേറൊരു ജീപ്പ് കയറി പോകുന്നത്. അപ്പം നമ്മളിതാ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്നതാണ്. ശരിക്കും ഈ ഒരു സത്രം ഏരിയ എന്ന് പറയുന്നത് 3 ഫോറസ്റ്റ് ചുറ്റിയാണ് കിടക്കുന്നത്. 1 പെരിയാർ ടൈഗർ റിസർവ്, 2 ശബരിമല ഫോറസ്റ്റ്, പിന്നെ ഗവി ഫോറസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതാണ് ചുറ്റുമുള്ള ഫോറസ്റ്റുകൾ. അതുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉള്ളത്. ഇതാണ് നമ്മൾ രണ്ടാമത് വന്നിരിക്കുന്ന വ്യൂ പോയിന്റ്. ഇതും മനോഹരമായ വ്യൂ പോയിന്റ് ആണ്. അതുപോലെ തന്നെ മലകളും മലകൾക്കിടയിലെ ചോലക്കാടുകളും ഒക്കെ. ശരിക്കും ഈ ചോലക്കാടുകളിലൊക്കെ മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ്. കാരണം 2 മലകൾക്കിടയിലായിരിക്കും ഈ ചോലക്കാട് വരുന്നത്. അവിടെ ആനകളൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ഇതാണ് നമ്മൾ വന്ന ജീപ്പ്. വണ്ടിപ്പെരിയാറിൽ നിന്നും ഒരുപാട് ജീപ്പുകൾ ഈ സത്രം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് നിങ്ങൾക്ക് ജീപ്പൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് വനത്തിനുള്ളിൽ വിമാനം ഇറക്കിയ ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് വനത്തിനുള്ളിൽ വിമാനം ഇറക്കിയ സ്ഥലം. ഇതാണ് പ്രശസ്തമായ സത്രം എയർ സ്ട്രിപ്പ്. ഇടുക്കിയിലെ ഒരേ ഒരു എയർ സ്ട്രിപ്പാണ് ഇത്. 2022 ഇവിടെ ഒരു ചെറിയ വിമാനം ഇറക്കിയത്. അതിനുശേഷം വിമാനമൊന്നും ഇറക്കിയിട്ടില്ല. കണ്ടില്ലേ, ചുറ്റും മലകളും അതുപോലെ ആ മലകൾക്കിടയിൽ ചോല വനങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു വിമാനത്താവളമാണ്. ചെറിയ വിമാനത്താവളമാണ്. അതുകൊണ്ട് ഇവിടെ ചെറു വിമാനങ്ങൾക്ക് മാത്രമേ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം 15 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഒരു എയർ സ്ട്രിപ്പ് ഇവിടെ പൂർത്തീകരിച്ചത്.